ഇത്രേ ഉള്ളൂ, കഴിയാറായി. അപ്പൊ നമ്മുടെ കൾച്ചറിൽ ന്യൂട്രിയന്റ് അഗാർ എടുത്തു. അപ്പൊ നമുക്ക് റൗണ്ട് കേൾക്കുന്നില്ലേ? ആടാ കേൾക്കുന്നുണ്ട്. റൗണ്ട് ഗ്രേഡ് സംഭവം കിട്ടി. അത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ ഈ സാധനം കാണാൻ പറ്റും, മെഡ്യൂസ ഹെഡ് അപ്പിയറൻസ്. ദറ്റ് ഈസ് ഒരു ലോങ് ഇന്റർലേസിംഗ് ചെയിൻ ഓഫ് ബെസില. ഇതൊക്കെ നമ്മുടെ ബെസിലയാണ്. ഇത് ചെയിൻ ഓഫ് ഇന്റർലേസിംഗ് ബെസിലയാണ് ഈ മെഡ്യൂസ അപ്പിയറൻസിന്റെ ആക്ച്വൽ സംഭവം. അപ്പൊ മെഡ്യൂസ എന്ന് എഴുതിയാൽ പോരാ, ഇറ്റ് ഈസ് ലോങ് ഇന്റർലേസിംഗ് ചെയിൻ ഓഫ് ബെസിലൈ. അത് നമ്മുടെ ഹെയർ പോലെ, കേളി ഹെയർ പോലെ കാണും. ദറ്റ് ഈസ് മെഡ്യൂസ ഹെഡ് അപ്പിയറൻസ്. എവിടെയാ കാണാം? ന്യൂട്രിയന്റ് അഗാറിൽ കാണും, ഇൻ ബെസിലൈ. നെക്സ്റ്റ് വൺ ആണ് ബ്ലഡ് അഗാർ. ബ്ലഡ് അഗാർ എന്താ കാണാന്ന് വെച്ചാൽ ഡ്രൈ റിങ്കിൾഡ് ആയിട്ടുള്ള നോൺ ഹ്യൂമറാറ്റിക് കോളനീസ് ആണ് കാണാം. ഇതാണ് റിങ്കിൾഡ് ആൻഡ് ഡ്രൈ എന്ന് ഇവരിതാ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് അബൌട്ട് സെക്കൻഡ് വൺ. തേർഡ് വൺ എന്താണ്? ജെലാറ്റിൻ സ്റ്റാബ് അഗാർ. ഇതൊന്നും കയറി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഇത് നമ്മൾ നെറ്റിലുള്ള പിക്ചറാണ്. ഇത് കണ്ടോ, ഒരു ഇൻവേർട്ടഡ് ഫിഗ് ട്രീയുടെ ഒരു അപ്പിയറൻസ്. നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് നമ്മൾ കാണാൻ പറ്റുക. ദാറ്റ് ഈസ് ബിക്കോസ് എന്താ, ലിക്വിഫാക്ഷൻ ഓഫ് ദ ജെലാറ്റിൻ മാക്സിമം സർഫസിലാണ് നടക്കുക. താഴോട്ടേക്ക് എത്തുമ്പോൾ ജെലാറ്റിൻ അങ്ങനെ ലിക്വിഫൈ ചെയ്യില്ല. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഈ പിക്ചർ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഫിയർ കാണിക്കാൻ. അപ്പൊ അതാണ് ജെലാറ്റിൻ സ്റ്റാബ് അപ്പിയറൻസ്. ജെലാറ്റിൻ ആക്കുമ്പോൾ ഫെറിട്രി ഓർമ്മിക്കുക, ഇൻവേർട്ടഡ് ഫെറിട്രി. ഓക്കെ, അപ്പൊ 3 കഴിഞ്ഞു: ന്യൂട്രിറ്റീവ്, ബ്ലഡ്, ജെലാറ്റിൻ. ഇനി അപ്പൊ അതായി കൾച്ചർ. ഇനി കൾച്ചർ കഴിഞ്ഞു? ഇല്ല, സെലക്റ്റീവ് മീഡിയ ആണ് അടുത്തത്. സെലക്റ്റീവ് മീഡിയ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്റ്റീവ് മീഡിയയിലാണ് നമ്മൾ നേരത്തെ ഇതിൽ കുറെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമുണ്ട്. നേരത്തെ നമ്മൾ മെഡ്യൂസ പറഞ്ഞല്ലോ, ഇവിടെ വേറൊരു സംഭവമാണ് ഈ പേളിന്റെ സംഭവം. അതാണ് സ്ട്രിങ് ഓഫ് പേൾ അപ്പിയറൻസ്. അത് എവിടെ കാണാന്ന് വെച്ചാൽ സോളിഡ് മീഡിയം വിത്ത് പെനിസിലിൻ. ഇത് മറക്കരുത്, പെനിസിലിൻ ഉള്ള മീഡിയത്തിൽ നമ്മൾ ബെസിലസ് ഇട്ടാലാണ് ഇങ്ങനെ സ്ട്രിങ് ഓഫ് പേൾ അപ്പിയറൻസ് വരിക. സോ ദർ വിൽ ബി പേളിന്റെ വൈറ്റി അപ്പിയറൻസും ഉണ്ടാകും, അതല്ല അതിങ്ങനെ സ്ട്രിങ് പോലെ ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സെൽ ബിക്കമിങ് ലാർജർ ആൻഡ് സ്പെരിക്കൽ ബിക്കോസ് ഓഫ് ദി ആക്ഷൻ ഓഫ് പെനിസിലിൻ. പെനിസിലിന്റെ ജോലി എന്താണ്? നമ്മൾ ബാക്ടീരിയന്റെ സെൽ മെംബ്രെയിനൊക്കെ റപ്ചർ ചെയ്ത്, അതാണല്ലോ നമ്മുടെ പെനിസിലിന്റെ ജോബ്. അപ്പം പെനിസിലിൻ അഗാറിൽ ഉണ്ടാകുമ്പോൾ ബിക്കോസ് ഓഫ് ദ വീക്കനിങ് സെൽ വാൾ, ദ സെൽ വിൽ ബിക്കം ലാർജർ ആൻഡ് സ്വോളൻ. ദാറ്റ് ഇസ് കോസിങ് a whitish pearly string like appearance. അപ്പൊ പേൾ സ്ട്രിങ് പോലെയാണ് ഇവിടെ കാണുക. ദാറ്റ് ഇസ് സെലക്റ്റീവ് മെത്തേഡിലത്തെ ഫസ്റ്റ് വൺ. പെനിസിലിൻ ആകുമ്പോഴാണ് ഇത് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ഇസ് PLET മീഡിയം. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അത്രയൊന്നും ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. PLET എന്ന് വെച്ചാൽ പോളിമിക്സിൻ ലൈസോസൈം EDTA താലസ് എസറ്റിൻ. അതാണ് PLET. അപ്പം ഈ 4 സംഭവം ആഡഡ് ഇൻ ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ. ഹാർട്ട് ഇൻഫ്യൂഷൻ അഗാർ ഇവിടെ റയറായിട്ട് ഉപയോഗിക്കാറുള്ളൂ. PLET മീഡിയത്തിൽ അത് ഉപയോഗിക്കാം. സോ അത് ആന്ത്രാക്സിന്റെ ഇറ്റ് ഹാസ് ബീൻ ഡിവൈസ്ഡ് ടു ഐസൊലേറ്റ് B ആന്ത്രാസിസ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് അതർ സ്പോർ ബെയറിംഗ് ബെസിലൈ. അപ്പൊ കുറെ ബെസിലൈയിൽ സ്പോർസ് ഉണ്ടാവും, പക്ഷെ B ആന്ത്രാസിസ്, ബെസിലൈ ആന്ത്രാസിസിന് മാത്രമാണ് ഈ PLET മീഡിയത്തിൽ പോസിറ്റീവായിട്ട് കാണാൻ പറ്റുക. ദാറ്റ് ഈസ് അബൌട്ട് PLET മീഡിയം. ഇങ്ങനെ 2 ലൈൻ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. അതിന്റെ കണ്ടന്റ്സിന്റെ പേരും പിന്നെ ഇറ്റ് ഈസ് യൂസ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അതർ സ്പോർ ബെയറിംഗ് ബെസിലൈ. 2 പോയിന്റ്സേ ഉള്ളൂ PLET. അപ്പൊ ഇതാണ് കുറച്ച് നല്ല ഇമ്പോർട്ടൻറ്റ് കേട്ടോ, പെനിസിലിൻ. അപ്പൊ അടുത്തത് എന്താണ്? കൾച്ചർ സ്മിയർ, അവസാനത്തെ സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ ഗ്രാം സ്റ്റെയിനിങ് ഉണ്ടാകുമ്പോൾ എന്താണ്, ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ് ഉണ്ടാവും. അതായത് കറക്റ്റ്. അപ്പം നമ്മൾ കൾച്ചർ സ്മിയർ എന്ന് പറയുമ്പോൾ ഗ്രാം സ്റ്റെയിനിങ് വിൽ റിവീൽ ബാംബൂ സ്റ്റിക്ക് അപ്പിയറൻസ്. And another thing is spore. Spore can be demonstrated by using a stain called hot malachite green. ഹോട്ട് മാലച്ചൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞ സ്റ്റെയിൻ ഉപയോഗിച്ചാൽ നമുക്ക് സ്പോറിനെ കാണാൻ പറ്റും. പിന്നെ ലിപ്പിഡ് ഗ്രാനുൾസ്, ദേ ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് ബൈ സ്റ്റെയിനിങ് വിത്ത് സുഡാൻ ബ്ലാക്ക്. അപ്പം ഈ ലിപ്പിഡ് ഗ്രാനുൾസ് ഒക്കെ നമ്മൾ ചിലപ്പം ആന്ത്രാക്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സാധനമാണ് ലിപ്പിഡ് ഗ്രാനുൾസ്. നമ്മുടെ ടെക്സ്റ്റിൽ അത്ര ഇല്ല. അപ്പം ദാറ്റ് ക്യാൻ ബി ഡൺ ബൈ യൂസിങ് സുഡാൻ സ്റ്റെയിൻ. കൾച്ചർ സ്മിയർ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. 3 പോയിന്റേ ഉള്ളൂ: ഗ്രാം സ്റ്റെയിനിങ്, സ്പോർ ആൻഡ് ലിപ്പിഡ് ഗ്രാനുൾസ്. ഗ്രാം സ്റ്റെയിനിങ്ങിൽ ബാംബൂ സ്റ്റിക്, സ്പോർസ് ആകുമ്പോൾ ഹോട്ട് മാലച്ചൈറ്റ് ഗ്രീൻ മെത്തേഡാണ് ഉപയോഗിക്കുക. ലിപ്പിഡ് ഗ്രാനുൾസിന് സുഡാൻ ബ്ലാക്ക്. അതാണ് നമ്മുടെ കൾച്ചർ സ്മിയർ. അതോടെ നമ്മൾ ലാബ് ഡയഗ്നോസിസ് കഴിഞ്ഞു.
ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ സ്പെസിമെൻ കുറേ എഴുതാൻ പറ്റും നമുക്ക്, CSF ബ്ലഡ് പസ് ഒക്കെ. പിന്നെ ഡയറക്റ്റ് ഡെമോൺസ്ട്രേഷനിലാണ് ഗ്രാം സ്റ്റീനിങ് ആൻഡ് മെക് ഫെയ്ഡൻസ് റിയാക്ഷൻ കെർസ് പോളിക്രോം വെച്ച് 30 സെക്കൻഡ്സിൽ കിട്ടും. പിന്നെ നമ്മൾ ഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലോറസൻസ് ആക്കുമ്പോൾ ക്യാപ്സ്യൂളിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ ആസ്കോളിസ് തെർമോ പ്രിസിപിറ്റേറ്റർ എന്താണ്, നമ്മളൊരു ചെറിയ കാപ്പിലറിയിൽ ഇത് ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് സെലൈനിലൊക്കെ ഇട്ടിട്ട് 2 ലെയർ ആക്കുമ്പോൾ റിംഗ് ഉണ്ടാകും ഇൻ 5 minutes. നേരത്തെ ഞാൻ 5 minutes പറയാൻ പറഞ്ഞിരുന്നു. എസ്കോളിസ് 5 minutes. പിന്നെ കൾച്ചറിലാണ് നമ്മൾ ഫസ്റ്റ് വൺ നമ്മൾ മെഡ്യൂസ ഹെയർ അപ്പിയറൻസ് ന്യൂട്രിയൻ്റ് അഗാർ, ബ്ലഡ് അഗാറിൽ റഫ് റിങ്കിൾ ആയിട്ടുള്ള അപ്പിയറൻസ്, ജെലാറ്റിൻ അഗാറിൽ ഇൻവേർട്ടഡ് ട്രീ അപ്പിയറൻസ്. അങ്ങനെ 3 അഗാർ പറഞ്ഞു. ഇനി സെലക്റ്റീവ് മീഡിയയിൽ പെനിസിലിൻ ആകുമ്പോൾ പേൾ അപ്പിയറൻസ്. പിന്നെ PLAT മീഡിയം എഴുതാൻ മറക്കരുത്. ഇത്രയൊന്നും ഇല്ലെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. കൾച്ചർ മീഡിയത്തിൽ 3 പോയിന്റ്. ഇങ്ങനെയൊക്കെ ലാബ് ഡയഗ്നോസിസ് ഓഫ് ആന്ത്രാക്സ് ചോദിക്കില്ല, പക്ഷെ ചിലപ്പം പേൾ ഓൺ സ്ട്രിങ് റിയാക്ഷൻ, അങ്ങനെയൊക്കെ സ്ട്രിങ് ഓഫ് പേൾ റിയാക്ഷൻ ഒക്കെ ചോദിക്കും. പിന്നെ സീറോളജി എന്ന് പറയുമ്പോൾ ബൈ എലൈസ മെത്തേഡൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം, അതൊന്നും അത്രയൊന്നുമില്ല. മോളിക്കുലർ ഡയഗ്നോസിസും ഹൈ ലെവൽ ആയിട്ടുള്ള MLVM മൾട്ടി ലോക്കസ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്, അങ്ങനത്തെ ഹയർ ലെവലിൽ നമുക്ക് എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡീസിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുക. നമ്മളെ പേഷ്യൻസിന് അത്ര യൂസ് ചെയ്യാറില്ല. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആന്റിബയോട്ടിക്സ് പ്രസന്റ്, ആന്റിബയോട്ടിക്സ് സിപ്രോഫ്ലോക്സാസിൻ ഡോക്സിസൈക്ലിനൊക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ അത്ര ട്രീറ്റ്മെന്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ആന്റിബയോട്ടിക്സിന്റെ പേരേ മെയിൻ ആയിട്ട് എഴുതാനുള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് പ്രിവെൻഷൻ ഓഫ് ആന്ത്രാക്സിസ് ബൈ, അതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് എന്താ ചെയ്യുക, ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക. ആനിമലിന്റെ ഡെത്ത് കഴിഞ്ഞാൽ അതിന് ലൈം ഡീപറിയൽ ഇൻ ലൈം പിറ്റ്സ്, അങ്ങനെ ലൈം പിറ്റ്സിലാകുമ്പോൾ ആ ബാക്ടീരിയ ഒന്നും സ്പ്രെഡ് ആവില്ല അത്ര. അപ്പൊ ലൈം പിറ്റ്സിൽ ഡീപറിയൽ ഉണ്ടാക്കണം. പിന്നെ ഡീകണ്ടാമിനേഷൻ ബൈ ഓട്ടോക്ലേവിംഗ് ഓഫ് ആനിമൽ പ്രൊഡക്ട്സ്, ഓട്ടോക്ലേവിംഗ് നടന്ന് ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഓൾ ക്ലെൻലിനെസ് റീസൺസ് എഴുതാനുണ്ട്, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ഓർ ഗ്ലവ്, ഫാർമേഴ്സിനും അവരെല്ലാവരും മാസ്ക് ഒക്കെ എടുത്ത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ദാറ്റ് ഇസ് ഓൾ ദി പ്രിവെൻഷൻ. പിന്നെ ലൈവ് അറ്റനുവേറ്റഡ് നോൺ ക്യാപ്സുലേറ്റഡ് സ്പോർ വാക്സിൻ ആണ് പ്രിവെൻഷന്റെ വേറൊരു മെത്തേഡ്. ദാറ്റ് ഇസ് എ വാക്സിൻ. 2 വാക്സിൻ ഉണ്ട്, ലൈവ് അറ്റനുവേറ്റഡ് വാക്സിൻ ഉണ്ട്, പിന്നെ എന്താ അബ്സോർബ്ഡ് ആലം ടോക്സോയിഡ് വാക്സിൻ ഉണ്ട്. രണ്ടിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി, എക്സ്ട്രാ ആയിട്ടൊന്നും എഴുതാനില്ല. ഫസ്റ്റ് വൺ ഇസ് ലൈവ് അറ്റനുവേറ്റഡ് സ്പോർ വാക്സിൻ, പിന്നെ അബ്സോർബ്ഡ് ടോക്സോയിഡ് വാക്സിൻ. ഓക്കെ, ഇത് ലാസ്റ്റ് പാർട്ടാണ്. ബോധിച്ചിട്ടുണ്ടെങ്കിലും ഒരു 2 മിനിറ്റേ ഉള്ളൂ. ഇത് എന്താ ജനറലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾക്ക് ഒരു ഫുഡ് പോയ്സണിങ് ഉണ്ടാവാൻ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമുള്ള ഒരു പാത്തജൻ ആണ് ബസിലസ് സെറിയസ് എന്ന് പറഞ്ഞ സാധനം. ഐ ഹോപ്പ് ഇറ്റ്സ് എ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ഇത് എവിടേക്ക് ഉണ്ടാവാന്ന് വെച്ചാൽ 10 മിനിറ്റിൽ കഴിയും. ഓക്കെ, എവിടേക്ക് ഉണ്ടാവുക, മിൽക്ക്, സീരിയൽ, സ്പൈസ്, മീറ്റ്, പോൾട്രി. നമ്മുടെ ഇന്ത്യൻസ് കഴിക്കാനുള്ള എല്ലാ ഫുഡിലും നന്നായിട്ടുണ്ടാവും. വെജിറ്റബിൾ, മിൽക്ക്, സീരിയൽ, സ്പൈസ്, മീറ്റ്, പോൾട്രിയിലൊക്കെ ഉണ്ടാവുന്നതാണ്. നമ്മളെല്ലാം കഴിക്കുന്ന സാധനം ഇതൊക്കെ മെയിൻ ആയിട്ടുണ്ട്. അപ്പം ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ ഛർദിയും ഉണ്ടാകും, വയറ്റിന്ന് പോകുന്ന പ്രോബ്ലംസ് ഉണ്ടാവും. സോ എമറ്റിക് ടോക്സിൻ ഉണ്ട്, ഡയറിയ ടോക്സിൻ ഉണ്ട്. എമറ്റിക് ടോക്സിൻ ഇസ് ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻ. അത് ഇൻറ്റസ്റ്റൈനിൽ എത്തിപ്പാട് തന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഡയറിയൽ ടോക്സിൻ എന്താണ്, ഇറ്റ് ഇസ് ഓൺലി ആഫ്റ്റർ എൻറ്ററിങ് ഇൻ ടു ദ ഇൻറ്റസ്റ്റൈൻ. അപ്പം ഒരു 8 to 6 hours കഴിഞ്ഞാൽ ഡയറിയ ഉണ്ടാവും. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഛർദിയും, ഒരു 8-10 മണിക്കൂർ കഴിഞ്ഞിട്ട് ആണ് വയറ്റിന്ന് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെയാണ് ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യുക. അപ്പം ദിസ് ഇസ് ദ ഇത്രയേ ഉള്ളൂ, വലുതായിട്ട് എഴുതാനില്ല. ബസിലസ് സെറിയസ് ഇസ് ഇറ്റ്സ് എ നോർമൽ ഹാബിറ്ററ്റ് ഓഫ് സോയിൽ ആൻഡ് ഇറ്റ് ഇസ് വെരി കോമൺ ഇൻ ഫുഡ് പോയ്സണിങ്. ബോത്ത് പ്രശ്നങ്ങളുണ്ട്, എമറ്റിക് ഉണ്ട്, ഡയറിയലും ഉണ്ട്. എമറ്റിക് ആകുമ്പോൾ ഇൻ 6 hours പ്രശ്നം ഉണ്ടാകും, ഇറ്റ്സ് എ ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻ. ഡയറിയൽ ആകുമ്പോൾ ആഫ്റ്റർ 8 hours ഒക്കെയാണ് ആ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുക. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും ഉണ്ട്. പിന്നെ വേറെ മാനിഫെസ്റ്റേഷൻ എന്താണ്, ഓക്യുലാർ ഡിസീസ് ഒക്കെ ഉണ്ടാവും. ബിക്കോസ് സിവിയർ കെരാറ്റിനൈറ്റിസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ലോസ് ഓഫ് വിഷൻ വരെ ഉണ്ടാകാം ഇത് വലിയ എമൗണ്ടിൽ എത്തിയാൽ. പിന്നെ എന്താണ്, റയർലി ഒക്കെ സിസ്റ്റമിക് ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസും എൻഡോകാർഡിറ്റിസും ഒക്കെ ഉണ്ടാക്കാം, റയർലി. അത്രയേ ഉള്ളൂ. പിന്നെ ലാബോറട്ടറി ഡയഗ്നോസിസ് ഇത്രയേ നമ്മുടെ ടെക്സ്റ്റിലുള്ളൂ. MYPA മീഡിയ ആൻഡ് പെംബ മീഡിയ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ ഇങ്ങനെ കാണാറുള്ള സംഭവങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് തോന്നുന്നു. 1 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ എഴുതാൻ കുറെ കിട്ടിയല്ലോ, അത്രയേ ഉള്ളൂ. ലാബ് ഡയഗ്നോസിസ് MYPA മീഡിയ, പെംബ മീഡിയ, ട്രീറ്റ്മെന്റ് ഇസ് ബൈ ക്ലിൻഡാമൈസിൻ. അപ്പൊ നമ്മുടെ ബസിലസ് എന്ന ടോപ്പിക്ക് കഴിഞ്ഞു. ലാബ് ഡയഗ്നോസിസ് ആണ് കുറെ ഉള്ളത്. മെഡ്യൂസ എവിടെയാ വരിക, ന്യൂട്രിയൻ്റ് അഗാറിൽ. പേൾ ആൻഡ് സ്ട്രിങ് ഒക്കെ എവിടെയാ വരിക, പെനിസിലിൻ.
പിന്നെ ഈ റഫ് ആയിട്ടുള്ള എന്താണ് റിങ്കിൾഡ് ബ്ലഡ് അഗാറിൽ. കുറച്ച് ഫാസ്റ്റ് ആയി പോയോ? മനസ്സിലായി എല്ലാവർക്കും? ഏതെങ്കിലും പാർട്ട് ഒന്നുകൂടി പറയണോ? ഹലോ, ഇല്ലടാ, ഓക്കെ ആണ്. ഓക്കെ അല്ലേ? എന്നാല് ആ ശരി കേട്ടോ. 2 ചാപ്റ്റർ നമ്മൾ തീർത്തു, ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള ബെസിലൈഡ്. ഓക്കെ, ഓക്കെ, ബൈ ബൈ. താങ്ക് യു.